أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أوصيكم عباد الله وإياي أولا بتقوى الله അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശേഷിക്കുന്ന ജീവിതം അവനിഷ്ടമുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത് അവനിഷ്ടപ്പെടുന്ന മുത്തഖീങ്ങളിൽ, മുഖ്ലിസീങ്ങളിൽ, മുവഹ്ഹിദീങ്ങളിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാവിധ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ മാസങ്ങളെപ്പറ്റി നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. അതിൽ 4 മാസങ്ങളാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമുക്ക് പവിത്രമാക്കി പഠിപ്പിച്ചു നൽകിയത്. അതിലെ മുഹറം മാസത്തിലാണ് നാം ഓരോരുത്തരും നിലകൊള്ളുന്നത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം ശ്രേഷ്ഠതകൾ ഈ മാസത്തെ സംബന്ധിച്ച് നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം ശ്രേഷ്ഠതകൾ ഈ ഒരു മാസത്തെ സംബന്ധിച്ച് നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. റമദാനിന് ശേഷം ഏറ്റവും അധികം പ്രവാചകൻ നോമ്പെടുത്തിരുന്ന, അതല്ലെങ്കിൽ റമദാനിന് ശേഷം നോമ്പെടുക്കാൻ പ്രവാചകൻ കൽപ്പിച്ച ഒരു മാസമാണ് മുഹറം മാസം എന്നുള്ളത്. അതേപോലെ അള്ളാഹുവിലേക്ക് ചേർത്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹറുല്ലാഹ്, അള്ളാഹുവിന്റെ മാസമായി പഠിപ്പിച്ച മാസമാണ് മുഹറം എന്നുള്ളത്. അതേപോലെ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷത്തിന്റെ ആരംഭം കണക്കാക്കുന്നത് ഈ മുഹറം മാസത്തിലൂടെയാണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സ്വഹാബത്തിൽ നിന്നുമൊക്കെ ഈ ഒരു മാസത്തിന്റെ പ്രത്യേകതകളായി നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ഹിജറ കലണ്ടർ പ്രകാരമാണ് നമ്മുടെ വിശ്വാസങ്ങളും നമ്മുടെ നോമ്പും അതേപോലെയുള്ള പല കാര്യങ്ങളും ആരാധനകളുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളും നമ്മൾ ശ്രദ്ധിച്ചു പോകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മാസങ്ങളെ കുറിച്ച് പഠിപ്പിച്ചിരുന്നെങ്കിലും ഒരു കലണ്ടർ സംവിധാനം അന്ന് നിലവിലില്ലായിരുന്നു. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ് ഒരു കലണ്ടർ സംവിധാനത്തിലേക്ക് എത്തുകയും അതിന്റെ തുടക്കത്തിൽ ഏതു മാസമാണ്, അതല്ലെങ്കിൽ എന്തിനെ ആസ്പദമാക്കിക്കൊണ്ടാണ് ആ ഒരു കലണ്ടർ ആരംഭിക്കേണ്ടത് എന്ന ചർച്ച വരികയും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ സ്വഹാബത്തിൽ നിന്ന് ഉയരുകയും അവസാനം ഹിജറ
ആസ്പദമാക്കിക്കൊണ്ട് ഹിജറ തുടങ്ങിയ ദിവസം അതല്ലെങ്കിൽ ആ ഒരു മാസത്തെ നിർണയിച്ചുകൊണ്ട്, ആ ഒരു സംഭവത്തെ നിർണയിച്ചുകൊണ്ട് നമുക്കൊരു കലണ്ടർ ആരംഭിക്കാമെന്ന ഇത്തിഫാഖിലേക്ക്, തീരുമാനത്തിലേക്ക് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ എത്തുകയാണ്. അങ്ങനെയാണ് ആ ഹിജറ കലണ്ടർ രൂപീകൃതമാകുന്നത്. അതിൽ ആദ്യമായി അവർ തിരഞ്ഞെടുക്കുന്നത് മുഹറം മാസത്തെയാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജറ റബീഉൽ അവ്വൽ മാസത്തിലാണെങ്കിലും സഹാബത്തിന്റെ ഹിജറ ആരംഭിക്കുന്നത്, അതല്ലെങ്കിൽ ഹിജറയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജറയുടെ കൽപ്പനകളൊക്കെ നടക്കുന്നത് മുഹറം മാസത്തിലാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിഷ്യന്മാരിൽപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടെ മുഹറം മാസം കൊണ്ട് ആരംഭിക്കുന്നത്. പ്രിയമുള്ളവരെ, മുഹറം മാസത്തിൽ ധാരാളം ചരിത്രങ്ങൾ, അതല്ലെങ്കിൽ ഇസ്ലാമിക ചരിത്രത്തിൽ ഒരുപാട് പ്രത്യേകതകളുള്ള മാസമാണ് മുഹറം. അതേപോലെ ഓരോ ചരിത്രവും ഇസ്ലാമിൽ ഏതൊക്കെ തരത്തിൽ വന്നിട്ടുള്ള വിശുദ്ധ ഖുർആനിലാകട്ടെ, പ്രവാചകന്റെ ഹദീസുകളിലാകട്ടെ, പഠിപ്പിച്ച ഉദ്ധരിച്ചു വന്നിട്ടുള്ള ചരിത്രങ്ങൾ അത് വെറും കേവല കഥകളായി നമുക്ക് വായിച്ചു പോകാനുള്ളതല്ല. മറിച്ച് ധാരാളം ഗുണപാഠങ്ങൾ ആ കഥകളിൽ നിന്ന്, ആ ചരിത്രങ്ങളിൽ നിന്ന് നമുക്ക് നേടിയെടുക്കാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഓരോ അമ്പിയാക്കളെ കുറിച്ച് പഠിപ്പിക്കുമ്പോഴും, ഓരോ റസൂലുകളെ കുറിച്ചും അവരുടെ സമുദായത്തെ കുറിച്ച് പഠിപ്പിക്കുമ്പോഴും അതിൽ നിന്നൊക്കെ ഓരോ ഗുണപാഠങ്ങൾ വിശ്വാസികൾക്ക് പഠിക്കാനുണ്ടായിരുന്നു. അതിൽ നിന്ന് അവരിൽ നിന്നും വന്നുപോയ തെറ്റുകൾ ആവർത്തിക്കാൻ പാടില്ല എന്നും, അങ്ങനെ ആവർത്തിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിതം ആ നശിപ്പിക്കപ്പെട്ട സമുദായം പോലെ ആയിത്തീരുമെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് താക്കീത് നൽകുകയാണ്. അതേപോലെ ഒരു വിശ്വാസി അറിഞ്ഞിരിക്കേണ്ട, ഒരു വിശ്വാസി മനസ്സിലാക്കിയിരിക്കേണ്ട ഏറെ പ്രധാനപ്പെട്ട ഒരു ചരിത്രമാണ് ഹിജറ എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും നടന്നു നീങ്ങിയ, അവർ ത്യാഗം സഹിച്ച, ഈ ദീനിനു വേണ്ടി അവർ സഹിച്ച ഏറ്റവും വലിയ ത്യാഗമായ മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള പ്രവാചകന്റെയും സ്വഹാബത്തിന്റെയും യാത്ര, ആ ഒരു യാത്രയെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതിലെ ഗുണപാഠങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, ധാരാളം ഗുണപാഠങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബത്തിന്റെയും ഹിജറയിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ഒന്നാമതായി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹിജറയിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് കൃത്യമായൊരു ലക്ഷ്യം ഏതു കാര്യത്തിലും ഉണ്ടാകണമെന്നുള്ളതാണ്. അതേപോലെ കൃത്യമായൊരു പ്ലാനിംഗ് ഉണ്ടാകണം. സബബുകളെ സ്വീകരിക്കുന്നതിൽ യാതൊരു മടിയും നമ്മൾ കരുതേണ്ടതില്ല. റബ്ബിനെ തവക്കുലാക്കിയതിനു ശേഷം അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു നൽകുകയാണ്. പ്രിയമുള്ളവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയാണ്. അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് ഹിജറ പോകുന്നത്. എങ്കിലും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറയ്ക്ക് ആവശ്യമായ മുഴുവൻ സംവിധാനങ്ങളും സഹകരണങ്ങളും ഒക്കെ പ്രവാചകൻ തേടിയിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രവാചകൻ ഹിജറയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ ഒരുമിച്ച് കൂട്ടുവാൻ വേണ്ടി തന്റെ കുടുംബത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന് കൃത്യമായ സമയവും സാഹചര്യവും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരഞ്ഞെടുത്തിട്ടുണ്ട്. പ്രവാചകൻ ചൂടേറിയ മാസമാണ് ആ ഒരു ഹിജറയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. അതേപോലെ രാത്രിയാണ് പ്രവാചകൻ തിരഞ്ഞെടുക്കുന്നത്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഒപ്പം കൂട്ടാനാണ് പ്രവാചകൻ തീരുമാനിക്കുന്നത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലായിരിക്കെ, അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം ചെയ്യുന്ന ഒരു അമലായിരിക്കെ, പ്രവാചകന് പൂർവ്വ സംരക്ഷണം അല്ലാഹു നൽകുമെന്ന് ഉറപ്പുണ്ടായിട്ടും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു ഉമ്മത്തിന് മാതൃകയായിക്കൊണ്ട് പ്രവാചകന്റെ ജീവിതം നമുക്ക് പഠിപ്പിച്ചു നൽകുകയാണ്. കൃത്യമായൊരു സമയം, കൃത്യമായൊരു കൂട്ടുകാരൻ, അല്ലെങ്കിൽ കൃത്യമായൊരു അവസ്ഥ തുടങ്ങിയ കാര്യങ്ങൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുമിച്ച് കൂട്ടുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ തീരുമാനങ്ങൾക്കും നമ്മുടെ ജീവിതത്തിലെ പ്രവർത്തനങ്ങൾക്കും ഈ ഒരു കാര്യം ഉണ്ടായിരിക്കണം. വെറുതെ ഒരശ്രദ്ധമായി ചില കാര്യങ്ങൾ ചെയ്യുക, ചില പ്രവർത്തികളിൽ ഏർപ്പെടുക, അവസാനം അതിനുവേണ്ടി അത് ചെയ്തതിന്റെ ഫലമായി കൊണ്ട് ഖേദിക്കുന്ന ഒരു അവസ്ഥ ഒരിക്കലും നമുക്കുണ്ടാകാൻ പാടില്ല. ഒരു കാര്യം ചെയ്താൽ എന്താണ് ഇതിന്റെ
അതിന്റെ ഒരു റിസൾട്ടായിട്ട് എനിക്കുണ്ടാവുക എന്ന് നമ്മൾ ആലോചിക്കണം. ആ വഴിയെ പോയാൽ അല്ലെങ്കിൽ ആ കച്ചവടത്തിൽ ഏർപ്പെട്ടാൽ ആ വ്യക്തിയുമായി ഞാൻ ബന്ധം സ്ഥാപിച്ചാൽ എന്താണ് അതിന്റെ പരിണിത ഫലമെന്ന് നമ്മൾ ആലോചിക്കുകയും അതിൽ യുക്തിപരമായ തീരുമാനങ്ങൾ നമ്മൾ കൈക്കൊള്ളുകയും വേണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയിൽ നിന്ന് നമുക്ക് ഒന്നാമതായി ഉൾക്കൊള്ളാനുള്ള പാഠമാണ്. രണ്ടാമത് അചഞ്ചലമായ തൗഹീദിനോടുള്ള ഈ ഒരു ദീനിനോടുള്ള സ്നേഹമാണ്. പ്രിയമുള്ളവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകുന്നത് മക്കയിൽ നിന്നാണ്. റസൂൽ ജനിച്ച മക്ക, റസൂൽ വളർന്ന മക്ക, റസൂലിനേറെ ഇഷ്ടമുള്ള മക്ക. അവിടെ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയുടെ അവസാനത്തെ ആ ഒരു മണലിലേക്ക്, മക്കയുടെ അതിർവരമ്പുകളിലേക്ക് കയറി നിന്നുകൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിഞ്ഞു നിന്നുകൊണ്ട് മക്കയെ നോക്കി പറയുന്ന ചില വാചകങ്ങൾ ഹദീസുകളിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. വല്ലാഹി, പ്രവാചകൻ പറയുകയാണ്, വല്ലാഹി, അല്ലാഹുവാണ് സത്യം, ഇന്നക ലഖൈറു അർദില്ലാഹ്, അല്ലാഹുവിന്റെ ഈ ഭൂമിയിൽ ഏറ്റവും ഖൈറായ അർദ് നീയാണ് മക്ക. വഅഹബ്ബു അർദില്ലാഹി ഇലല്ലാഹ്, അല്ലാഹു വഅഹബ്ബു അർദില്ലാഹി ഇലല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭൂമിയും നീയാണ്. വലൗലാ അന്നീ ഉഖ്രിജ്തു മിൻക മാ ഖറജ്തു, ഇദാ നിന്റെ ഈ ഉമ്മത്ത്, നിന്റെ ഈ സമുദായം, നിന്റെ ആളുകൾ ഈ ഒരു മക്കയിൽ നിന്നും എന്നെ പുറത്താക്കിയില്ലായിരുന്നുവെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാൻ ഈ മക്ക വിട്ടു പോവുമായിരുന്നില്ല, ഞാൻ ഈ മക്കയെ ഉപേക്ഷിക്കുമായിരുന്നില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. അത്രയും ഇഷ്ടമായിരുന്നു മക്കയോട്, അത്രയും അടുപ്പമായിരുന്നു മക്കയോട്. അവിടെ നിന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദീനിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത്. സഹാബത്തിന്റെ ചരിത്രവും മറ്റൊന്നല്ല. സഹാബത്തും ഇതേപോലെ ത്യാഗം സഹിച്ചവരാൻ. മഹാനായ ഉമ്മു സലമയാണ് ആദ്യത്തെ മുഹാജറായ സ്ത്രീ എന്നുള്ളത്. ഹിജ്റ പോകുന്ന ആദ്യത്തെ സ്ത്രീ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയാണ്. അബൂ സലമ റളിയല്ലാഹു അൻഹും അതേപോലെ മകനും ഒരുമിച്ചുകൊണ്ട് അവർ മൂന്നുപേരും കൂടി ഹിജ്റക്ക് വേണ്ടി തയ്യാറാവുകയാണ്. ഹിജ്റക്ക് വേണ്ടി എല്ലാ സജ്ജീകരണങ്ങളും ഒരുമിച്ച് കൂട്ടി അവർ യാത്ര തിരിക്കുകയാണ്. ആ സമയത്ത് അവരുടെ ഗോത്രത്തിൽപ്പെട്ട ചില ആളുകൾ അവരെ കാണുകയും അവരെ തടയുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞ, അബൂ സലമ, നിനക്ക് വേണമെങ്കിൽ പോകാം, നിനക്ക് വേണമെങ്കിൽ പോകാം, പക്ഷേ ഈ രണ്ട് ആളുകളെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് നിനക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. കാരണം ഇവർ ഞങ്ങളുടെ ഗോത്രത്തിൽപ്പെട്ട ആളുകളാണ്, ഇവരെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിയുകയില്ല എന്ന് പറയുകയും അവരെ പിടിച്ചു വെക്കുകയും അബൂ സലമ റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞുവിടുകയും ചെയ്യുന്ന ചരിത്രം നമുക്ക് കാണുവാൻ സാധിക്കും. കാലങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് അവർക്ക് കണ്ടുമുട്ടാൻ സാധിച്ചത് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ത്യാഗം സഹിച്ചത് ഈ ദീനിനു വേണ്ടിയായിരുന്നു. അവർ വശവൻ സഹിച്ചത് ഈ ദീനിനു വേണ്ടിയായിരുന്നു. അവർ അവരുടെ വീടും കുടുംബവും സമ്പത്തും എല്ലാം ഉപേക്ഷിച്ചത് ഈ തൗഹീദിനു വേണ്ടിയായിരുന്നു. പ്രിയമുള്ളവരെ, അവരത്രമേൽ ഈ ദീനിനെയും ഈ തൗഹീദിനെയും അവർ സ്നേഹിച്ചിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിക്കേണ്ടത് ഈ ദീനിനോട് നമുക്കെത്ര സ്നേഹമുണ്ട് എന്നുള്ളതാണ്. കേവലം ഒരു മുസ്ലിമാണെന്ന് പറയുന്നതിനപ്പുറം ഞാനൊരു മുസ്ലിമാണ്, ഞാൻ നമസ്കരിക്കാറുണ്ട്, ഞാൻ ജുമുഅക്ക് പോകാറുണ്ട് എന്ന് പറയുന്നതിനപ്പുറം എന്തു സ്നേഹമാണ് നമുക്ക് ഈ ദീനിനോടുള്ളത് എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ത്യാഗം സഹിച്ചു പഠിപ്പിച്ചു തന്ന ഈ തൗഹീദിനു വേണ്ടി എന്തു നേട്ടം, എന്തു കാര്യം നമ്മൾ ചെയ്തു എന്ന് നാം ആലോചിക്കുക. ദീനിന്റെ പഠനത്തിനു വേണ്ടി നമ്മുടെ ജീവിതത്തിൽ എത്ര സമയം നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ട് എന്ന് നാം ആലോചിക്കുക. ഫർദ് കാര്യങ്ങൾ, ഫർദ് പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിൽ എത്ര വീഴ്ചകളാണ് നമ്മളിൽ നിന്ന് വരാറുള്ളത് എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന നിയമങ്ങൾ സ്വീകരിക്കുന്നതിൽ എത്രമാത്രം കൃത്യത പാലിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഈ തൗഹീദിനെ മുറുകെ പിടിക്കുക, ഈ ഒരു ദീനിനെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റഹ്മാനായ റബ്ബിനോട് മാത്രം വിളിച്ചുള്ള പ്രാർത്ഥനകൾ, റഹ്മാനായ റബ്ബിനോട് മാത്രം തന്റെ സഹായഘട്ടം അർപ്പിച്ചുകൊണ്ട് നമസ്കാരവും പ്രാർത്ഥനയും നേർച്ചയും വഴിപാടുകളുമെല്ലാം ആ റഹ്മാനായ റബ്ബിനോട്, എനിക്ക് പ്രയാസമുണ്ടായാൽ റബ്ബിലേക്ക്, എനിക്ക് സന്തോഷമുണ്ടായാൽ റബ്ബിലേക്ക്,
എന്റെ ജീവിതത്തിലെ മുഴുവൻ ബുദ്ധിമുട്ടുകളും മുഴുവൻ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ആ റഹ്മാനായ റബ്ബിലേക്ക് അർപ്പിക്കാനാണ് നമുക്ക് കഴിയേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രവാചകരെ അങ്ങ് പറയുക, ഇന്ന സ്വലാത്തി എന്റെ നമസ്കാരങ്ങൾ, എന്റെ പ്രാർത്ഥനകൾ, വനുസുകി വമഹ്യായ വമമാതി എന്റെ ജീവിതവും എന്റെ മരണവും എന്റെ നേർച്ചോടിപാടുകളുമൊക്കെ റബ്ബേ നിനക്ക് വേണ്ടിയാണ്. ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന അവ്വലുൽ മുസ്ലിമീൻ. ലാ ശരീക ലഹു അതിലൊരു പങ്കുകാരനുമില്ല, അതിലൊരു പങ്കുകാരനുമില്ല. വബിദാലിക ഉമിർതു വഅന അവ്വലുൽ മുസ്ലിമീൻ അതിനു വേണ്ടിയാണ് എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്, അത് തന്നെയാണ് എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. വഅന അവ്വലുൽ മുസ്ലിമീൻ മുസ്ലിമീങ്ങളിൽ ഒന്നാമത്തെ വ്യക്തി ഞാനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചതുപോലെ പ്രിയമുള്ളവരെ, അങ്ങനെ ജീവിതത്തിന്റെ മുഴുവൻ മേഖലയിലും റബ്ബിലേക്ക് തിരിയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, അല്ലാഹുവിനെ അല്ലാതെ മറ്റാരോടാണ് നമ്മൾ സഹായം തേടുക? റബ്ബിനോടല്ലാതെ മറ്റാരോടാണ് നമ്മൾ നേർച്ചവഴിപാടുകൾ നടത്തുക? റബ്ബിനോടല്ലാതെ മറ്റാരുടെ മുൻപിലാണ് നമുക്ക് സുജൂദ് ചെയ്യാൻ സാധിക്കുക? അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അഅറാഫിന്റെ 191 ആയത്തിലൂടെ ചോദിക്കുന്നുണ്ട്, അയുശ്രികൂന മാ ലാ യഖ്ലുഖു ശൈഅൻ വഹും യുഖ്ലഖൂൻ. നിങ്ങൾ അയുശ്രികൂന നിങ്ങൾ പങ്കാളികളാക്കുകയാണോ? മാ ലാ യഖ്ലുഖു ശൈഅൻ അവർ ഒന്നും തന്നെ സൃഷ്ടിച്ചിട്ടില്ലാതെ, അവർ ഒന്നിനെയും സൃഷ്ടിക്കാത്ത ആളുകളായിരിക്കെ, വഹും യുഖ്ലഖൂൻ അതോടൊപ്പം തന്നെ അവർ സൃഷ്ടിക്കപ്പെട്ട ആളുകളായിരിക്കെ, അവർ അല്ലാഹുവിന്റെ സൃഷ്ടികളായിരിക്കെ നിങ്ങൾ അവരോടാണോ നിങ്ങൾ പങ്കു ചേർക്കുന്നത്? നിങ്ങൾ അവരോടാണോ നിങ്ങളുടെ വേവലാതി പറയുന്നത്? നിങ്ങൾ അവരോടാണോ നിങ്ങളുടെ ദുആകൾ നടത്തുന്നത്? നിങ്ങൾ അവരോടാണോ നിങ്ങളുടെ സുജൂദുകൾ ചെയ്യുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ ചോദിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ വന്നാൽ നമ്മൾ ഒരിക്കലും ഒരു ജാറത്തിലേക്ക്, അതല്ലെങ്കിൽ ഒരു മഖാമിലേക്ക്, അതല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കല്ല നമ്മുടെ തേട്ടങ്ങൾ ചെല്ലേണ്ടത്, മറിച്ച് റഹ്മാനായ റബ്ബിലേക്കാണ്. റഹ്മാനായ റബ്ബിലേക്കാണ്. അവരെല്ലാം അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. അത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ ന്യൂനത എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ ശിർക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലാഹു നമുക്ക് പുറത്തു നൽകില്ല. അല്ലാഹു നമ്മുടെ സൽക്കർമ്മങ്ങൾ മുഴുവനും തരിപ്പണമാക്കി കളയുമെന്ന് അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു നൽകുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ തൗഹീദിനെ നിലനിർത്താൻ എല്ലാവിധ ത്യാഗവും നാം സഹിക്കേണ്ടതുണ്ട്. എന്ത് ത്യാഗവും ജീവിതത്തിൽ കടന്നു വന്നാലും, നമ്മുടെ കുടുംബത്തിൽ നിന്ന് പുറത്താക്കിയാലും, മഹല്ലിൽ നിന്ന് നമ്മളെ പുറത്താക്കിയാലും, എത്ര വലിയ കളിയാക്കലുകൾ നേരിടേണ്ടി വന്നാലും, കുടുംബത്തിൽ ഒറ്റപ്പെട്ടാലും, പ്രിയമുള്ളവരെ, ഈ തൗഹീദിനു വേണ്ടി നമ്മൾ ഉറച്ചു നിൽക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നാടിവിടേണ്ടി വന്നത് ഈ തൗഹീദിനു വേണ്ടിയാണ്. അബൂ സലമയ്ക്ക് ഉമ്മു സലമയും മകനെയും വിട്ടുവരേണ്ടി വന്നത് ഈ തൗഹീദിനു വേണ്ടിയാണ്. അലി റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കിടക്കയിലേക്ക് ശത്രുക്കൾ തന്നെ കൊല്ലുമെന്നുറപ്പുള്ള, ശത്രുക്കൾ വധിക്കാനിരിക്കുന്ന പ്രവാചകന്റെ കിടക്കയിലേക്ക് കയറി കിടക്കാൻ അവിടുന്ന് മനസ്സു വന്നത് ഈ തൗഹീദിനു വേണ്ടിയാണ്. അബ്ദുല്ലാഹ് എന്ന് പറയുന്ന മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിക്ക് ദുൽബിജാദൈൻ എന്ന അമരപ്പേര് വീഴാൻ കാരണവും ഈയൊരു തൗഹീദ് കൊണ്ടാണ്. എല്ലാം സമ്പാദിച്ചു. റോമക്കാരനാണ് അദ്ദേഹം, മുഴുവൻ സമ്പന്നനായിരുന്നു അദ്ദേഹം. ആ വ്യക്തി തന്റെ ഹിജ്റ തീരുമാനിക്കുമ്പോ തന്റെ കുടുംബം വന്നിട്ട് പറഞ്ഞു, ഇത് കുടുംബത്തിന്റെ സ്വത്താൻ, നിങ്ങൾ മുഴുവനും ഉപേക്ഷിക്കണം. അവസാനം അദ്ദേഹത്തിന്റെ വസ്ത്രം വരെ ഊരിക്കൊടുത്ത് ഒരു പുതപ്പെടുത്ത് 2 കഷ്ണമാക്കി ഒന്ന് ഉടുക്കുകയും ഒന്ന് പുതക്കുകയും ചെയ്തിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിനു വേണ്ടി പ്രിയമുള്ളവരെ അവർ യാത്ര തിരിക്കുകയായിരുന്നു മദീനയിലേക്ക്. അത്രയും ത്യാഗം സഹിച്ച, അത്രയും ഈ പ്രശ്നങ്ങളും വിഷമങ്ങളും സഹിച്ച സ്വഹാബത്ത് പോയ സ്വർഗം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ പഠിച്ച തൗഹീദ്, അവർ മുറുകെ പിടിച്ച തൗഹീദ്, അവർ വിളിച്ച അല്ലാഹുവിനോട്
പ്രവർത്തിച്ച രീതിയിലൂടെ പ്രാർത്ഥിക്കുന്നവർക്ക് മാത്രമാണ് അത് സാധിക്കുക എന്ന് നാം മനസ്സിലാക്കുക. അതാണ് ഹിജ്റ നൽകുന്ന രണ്ടാമത്തെ പാഠം. മൂന്നാമത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അടങ്ങാത്ത സ്നേഹമാണ്. പ്രവാചകനോടുള്ള അടങ്ങാത്ത സ്നേഹമാണ്. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവന് തുല്യം സ്നേഹിച്ചിരുന്നു എന്ന് ചരിത്രത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. റസൂലിന് വേണ്ടി അവരുടെ ജീവിതം മാറ്റിവെക്കാൻ അവർ തയ്യാറായിരുന്നു. റസൂലിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ചുകൊണ്ട് അവരുടെ ഇഷ്ടങ്ങൾ അവർ മാറ്റുമായിരുന്നു. റസൂൽ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കാൻ അവർ മത്സരിച്ചിരുന്നു. റസൂലിന്റെ ദീനിനു വേണ്ടി അവർ കാത്തിരുന്നു. റസൂലിന്റെ വരവിനായി മദീനയുടെ അറ്റങ്ങളിലേക്ക്, മദീനയുടെ ബോർഡറുകളിലേക്ക് അവർ തിരിഞ്ഞിരുന്നു. എന്നിട്ട് ഈത്തപ്പന മരങ്ങളിലേക്ക് കയറി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നുണ്ടോ എന്ന് ദൂരദിക്കിലേക്ക് നോക്കി പ്രവാചകന്റെ വരവിനായി അവർ കാത്തിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ചരിത്രം നമുക്ക് കാണാം. ഹിജ്റയുടെ വേളയിൽ പ്രവാചകൻ നടക്കുമ്പോ ഒരൽപ്പം മുൻപിൽ നടക്കും അബൂബക്കർ റളിയല്ലാഹു അൻഹു. കുറച്ചു കഴിയുമ്പോൾ പിന്നിൽ നടക്കും. രണ്ടു വശങ്ങളിലായി 4 വശങ്ങളിലും ചുറ്റി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുറ്റും ഇങ്ങനെ നടക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്തേ അബൂബക്കർ ഇങ്ങനെ നടക്കുന്നത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലേ, മുൻപിൽ നടക്കുമ്പോൾ എനിക്ക് പേടിയാണ്, അങ്ങേ പിന്നിൽ നിന്ന് ആരെങ്കിലും ആക്രമിക്കുമോ എന്ന്. അതല്ലെങ്കിൽ ഞാൻ പിന്നിൽ നടക്കുമ്പോൾ എനിക്ക് പേടിയാണ്, അങ്ങേ ഇരുവശങ്ങളിൽ നിന്ന് ആരെങ്കിലും ആക്രമിക്കുമോ എന്ന്. അങ്ങനെ ഭയപ്പാടുകൊണ്ടാണ് ഞാൻ മാറി മാറി നടക്കുന്നത് എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അത്രമേൽ റസൂലിന്റെ തന്റെ ജീവൻ നഷ്ടപ്പെട്ടാലും റസൂലിനൊന്നും പറ്റരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് അവിടെ നിന്ന് പഠിച്ചിരുന്നു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, കഴുമരത്തിലേക്ക് കയറ്റി നിർത്തി, ഇതാ നിന്നെ ഈ ഒരു മരണത്തിൽ നിന്ന്, മരണവേളയിൽ നിന്ന് നിന്നെ മാറ്റിത്തരാം, നീ റസൂലിനെ കുറിച്ചൊരു കുറ്റം പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഒരു ചീത്ത വിളിച്ചാൽ മതി എന്ന് പറയുമ്പോ റസൂലിന്റെ ഞാൻ എന്റെ വീട്ടിൽ സ്വസ്ഥമായിരിക്കുന്ന സമയത്ത് റസൂലിന്റെ കാലിൽ ഒരു മുള്ളു തറയ്ക്കുന്നത് പോലും എനിക്ക് സഹിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ സ്വഹാബിയുടെ ചരിത്രം നമുക്ക് ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, അത്രമേൽ പ്രവാചകനെ അവർ സ്നേഹിച്ചിരുന്നു. റസൂലിന്റെ അടുക്കലേക്ക് ഉമർ റളിയല്ലാഹു അൻഹു കടന്നു വരുന്നുണ്ട്. റസൂലേ, ഉമർ കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം അങ്ങയെയാണ്. ഉമർ കഴിഞ്ഞാൽ, എന്റെ നഫ്സ് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം അങ്ങയെയാണ്. അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല, ഉമർ ശരിയായിട്ടില്ല, ദീന് പൂർത്തീകരിച്ചിട്ടില്ല, ഈമാൻ പൂർത്തീകരിച്ചിട്ടില്ല. അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു, എന്നെ ഇഷ്ടപ്പെടുന്നതുവരെ, സ്വന്തം നഫ്സിനേക്കാൾ എന്നെ ഇഷ്ടപ്പെടുന്നതുവരെ ഈമാൻ പൂർത്തീകരിക്കുന്നില്ല. അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റസൂലിനോട് പറഞ്ഞു, ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇതാ ഇപ്പോൾ അങ്ങനെയാണ്, അങ്ങാട് എനിക്ക് ഏറ്റവും വലുത്, എന്റെ നഫ്സിനെക്കാട്ടിലും ഞാൻ അങ്ങനെയാണ് സ്നേഹിക്കുന്നത്. അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽആന യാ ഉമർ, ഇപ്പോഴാണ് ഉമറേ ഈ ഒരു പൂർണ്ണമായ മുഅ്മിനായത് എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 കാര്യങ്ങൾ പഠിപ്പിച്ചു. ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കുന്ന 3 കാര്യങ്ങൾ. 3 കാര്യങ്ങൾ, 3 ആളുകളാണ് അവർ ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കുന്നത്. അതിൽ ഒന്നാമതായി പ്രവാചകൻ പഠിപ്പിച്ചത്, അയ്യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ, മറ്റെന്തിനെക്കാട്ടിലും പ്രവാചകനെ സ്നേഹിക്കുന്ന, അല്ലാഹുവിനെ സ്നേഹിക്കുന്ന അവർക്കാണ് ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കാൻ കഴിയുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നാമതായി പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ സ്നേഹം എവിടെ എത്തി നിൽക്കുന്നു? പ്രവാചകനോടുള്ള, ദീനിനോടുള്ള നമ്മുടെ സ്നേഹം എവിടെയാണ്? പ്രവാചകനെ കളിയാക്കുന്ന പോസ്റ്റുകൾ കണ്ട് ചിരിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, അത് സൂക്ഷിച്ചു വെക്കാൻ, അതല്ലെങ്കിൽ അത് കണ്ടാസ്വദിക്കാൻ, അതല്ലെങ്കിൽ നമ്മുടെ മനസ്സിലൊരു ചെറിയ ചിരി വരുന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, എന്തു മുസ്ലിമാണ് നമ്മൾ, എന്ത് പ്രവാചക സ്നേഹമാണ് നമുക്കുള്ളത്. അതല്ലെങ്കിൽ വർഷത്തിലൊരിക്കൽ റബീഉൽ അവ്വലിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആഘോഷിച്ചിട്ടില്ലാത്ത ആഘോഷങ്ങൾ ആഘോഷിക്കുമ്പോ അതിന്റെ പിന്നാലെ പോയി ഒരൽപ്പം പാട്ടുപാടി, അതല്ലെങ്കിൽ ഒരു മധുരം നൽകി, അതിന്റെ സന്തോഷത്തിൽ മാത്രമായി നമ്മുടെ പ്രവാചക സ്നേഹം ഈ
തീരുന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കേണ്ടതുണ്ട്. ഏത് സ്വർഗമാണ്, ഏത് പ്രവാചകനെയാണ് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നത്, ഏത് സ്വർഗത്തിലേക്കാണ് പ്രവേശനം നമ്മൾ ആഗ്രഹിക്കുന്നത്? സഹാബത്ത് പോയ സ്വർഗമാണോ, അതല്ല മറ്റേതെങ്കിലും തരത്തിലുള്ള സ്വർഗത്തിലേക്കാണോ പ്രിയമുള്ളവരെ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൽ പ്രവാചകനെ സ്നേഹിക്കാൻ, പ്രവാചകന്റെ ജീവിതത്തെ അനുധാവനം ചെയ്യാൻ നമുക്ക് സാധിക്കണം. പ്രവാചകന്റെ സ്നേഹം സുന്നത്തുകളെ മുറുകെ പിടിച്ചുകൊണ്ടാണ്, പ്രവാചകന്റെ സ്നേഹം സുന്നത്തുകളെ മുറുകെ പിടിച്ചുകൊണ്ടാണ്. നെരിയാണിക്ക് താഴെ വസ്ത്രം പോകരുത് എന്നത് പ്രവാചകന്റെ സുന്നത്താൻ. ആ സുന്നത്തിനെ മുറുകെ പിടിക്കുമ്പോഴാണ് പ്രവാചകനോട് സ്നേഹമുണ്ടാവുക. താടി വളർത്തൽ പ്രവാചകന്റെ സുന്നത്താൻ. അതിനുവേണ്ടി താടി വളർത്തുന്ന സമയത്ത് തന്റെ കുടുംബത്തിൽ നിന്ന്, ഭാര്യയിൽ നിന്ന്, മക്കളിൽ നിന്ന്, നാട്ടുകാരിൽ നിന്ന് വരുന്ന ആക്ഷേപങ്ങളെ, പരിഹാസങ്ങളെ ഒഴിവാക്കുമ്പോഴാണ് പ്രിയമുള്ളവരെ ആ ഒരു സ്നേഹം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുക. സുന്നത്ത് പ്രവർത്തനങ്ങൾ, സുന്നത്ത് നമസ്കാരങ്ങൾ അധികരിപ്പിക്കുക എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹമാണ്. അങ്ങനെയാണ് നമ്മൾ പ്രവാചകനോട് സ്നേഹം കൈക്കൊള്ളേണ്ടത്. നാലാമതായി ഹിജ്റ നൽകുന്ന പാഠം തവക്കുലിന്റെ പാഠമാണ്. തവക്കുൽ വരമേൽപ്പിക്കലിന്റെ പാഠമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ആലി ഇംറാനിൽ അല്ലാഹു പറയുകയാണ്, ഫഇദാ അസംത ഫതവക്കൽ അലല്ലാഹ്. ഒരു കാര്യത്തിൽ നീ ശ്രദ്ധിച്ചു, നീ ഒരുമിച്ച് കൂടിയാലോചിച്ചു, അവസാനം നീ ഒരു തീരുമാനത്തിലെത്തി എങ്കിൽ ഫതവക്കൽ അലല്ലാഹ്, അല്ലാഹുവിനെ തവക്കുലാക്കുക. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല തവക്കുലാക്കുന്ന ആളുകളെ അല്ലാഹു ഇഷ്ടപ്പെടുമെന്നാണ്. പ്രിയമുള്ളവരെ, റബ്ബിൽ ഭരമേൽപ്പിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മളൊരു കച്ചവടം തുടങ്ങി, ആ കച്ചവടം നമ്മൾ തീരുമാനിച്ചത് ഹലാലാണ്. പൂർണ്ണ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലാക്കി, നമ്മുടെ യുക്തിയിൽ നിന്ന്, നമ്മുടെ പരിചയത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി ഇൻഷാ അല്ലാഹ് വിജയിക്കും. ഇനി ബാക്കി അല്ലാഹുവിനെ തവക്കുലാക്കുക. അത് പരാജയപ്പെട്ടാൽ നമ്മൾ വിഷമിക്കേണ്ടതില്ല. റഹ്മാനായ റബ്ബിൽ തവക്കുലാക്കി ഇറങ്ങിയപ്പോ അല്ലാഹു ഖൈറായ ധരിക്കു നൽകി, അല്ലാഹു ശർറായതിനെ തൊട്ട് എന്നെ മാറ്റി നിർത്തി എന്ന ഒരു തീരുമാനത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാൻ, നമുക്ക് എത്തിച്ചേരാൻ സാധിക്കണം. പ്രിയമുള്ളവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൗർ ഗുഹയിൽ ഇരിക്കുകയാണ്. പ്രവാചകനെ തേടി മുശ്രിക്കീങ്ങൾ അവർ സൗർ ഗുഹയുടെ മുകളിലേക്ക് എത്തി. അവസാനം താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്രവാചകനെ കാണാം. അവിടുന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ലൗ അന്ന അഹദഹും നളറ തഹ്ത ഖദമീഹി ലഅബ്സർനാ. പ്രവാചകരെ, ആ മുകളിൽ നിൽക്കുന്ന ആളുകൾ അവരാരെങ്കിലും അവരുടെ കാലിലേക്ക് നോക്കിയാൽ, ആ കുഴിയിലേക്കെന്നല്ല, അവരാരെങ്കിലും അവരുടെ കാലിലേക്ക് നോക്കിയാൽ പ്രവാചകരെ നമ്മളെ കാണും, നമ്മളെ പിടികൂടും, അവർ നമ്മളെ വധിക്കുകയും ചെയ്യും. അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, മാ വന്നുക യാ അബൂബക്കർ ബിഇസ്നൈൻ അല്ലാഹു സാലിസുഹുമാ. അബൂബക്കറിന്റെ ചിന്ത എന്താണ്? നമ്മൾ രണ്ടുപേർക്കപ്പുറം അല്ലാഹു ഉണ്ട്, ആ അല്ലാഹുവിനെ പറ്റിയുള്ള നിന്റെ ചിന്ത എന്താണ് എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാൻ. ആ ചിന്തയാണ് പ്രിയമുള്ളവരെ നമ്മളിൽ ഉണ്ടാകേണ്ടത്. എല്ലാ കാര്യങ്ങളും ചെയ്തു വൃത്തിയായി അവസാനം അല്ലാഹുവിനോട് ദുആ ചെയ്ത് ആരംഭിച്ച് അല്ലാഹുവിനെ തവക്കുലാക്കി കൊണ്ട് ജീവിക്കുക. എന്ത് പ്രയാസം വന്നാലും കുഴപ്പമില്ല, അല്ലാഹു നോക്കിക്കോളും. എനിക്ക് ഏത് തരത്തിലുള്ള പ്രയാസം ഉണ്ടായാലും അല്ലാഹു മാറ്റി നൽകും. എന്റെ ജീവിതത്തിലെ പ്രയാസങ്ങൾ റബ്ബിനാണ് അറിയുക. ആ റബ്ബാണ് എനിക്ക് ഹൈറായ തീരുമാനങ്ങൾ നൽകുന്നത്. ആ റബ്ബിന്റെ ജീവിതത്തിൽ ഹൈറായ തീരുമാനത്തിലേക്ക് എനിക്ക് എത്തിക്കും എന്ന ഒരു ആത്മവിശ്വാസത്തിൽ, എന്ന ഒരു തവക്കുലിൽ പ്രിയമുള്ളവരെ നമുക്ക് നീങ്ങാൻ സാധിക്കേണ്ടതുണ്ട്. അതാണ് ഹിജ്റ നൽകുന്ന നാലാമത്തെ പാഠം. പ്രിയമുള്ളവരെ, അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷമിച്ച പ്രവാചകൻ കാണിച്ചു തന്ന ഈ ഒരു മാർഗത്തിലൂടെ മുന്നോട്ട് നടക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഹിജ്റയുടെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد،
ഉസീകും ഇബാദല്ലാഹി സാനിയൻ ബിതഖ്വല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹിജ്റയുടെ സന്ദർഭത്തിൽ മഹാനായ സുഹൈബ് അർ-റൂമി റളിയല്ലാഹു അൻഹു, റോമക്കാരനായ കച്ചവടക്കാരനാണ് സുഹൈബ് അർ-റൂമി റളിയല്ലാഹു അൻഹു. അദ്ദേഹം മക്കയിലേക്ക് കടന്നു വരുന്നത് വെറും ദരിദ്രനായിക്കൊണ്ടാണ്. ഒട്ടിയ വയറുകളുമായി മക്കയിലേക്ക് കടന്നു വന്ന വ്യക്തിയാണ് സുഹൈബ് അർ-റൂമി റളിയല്ലാഹു അൻഹു. മക്കയിൽ കച്ചവടം നടത്തി വലിയ ലാഭമുണ്ടായി ധനികനായ വ്യക്തി ഇസ്ലാം സ്വീകരിച്ചു പ്രവാചകന്റെ കൽപ്പന പ്രകാരം മദീനയിലേക്ക് ഹിജ്റ പോകാൻ അദ്ദേഹം തീരുമാനിക്കുകയാണ്. ഹിജ്റ പോകാൻ തീരുമാനിക്കുന്ന സമയത്ത് അവിടുന്ന് മക്കയിലെ മുശ്രിക്കീങ്ങൾ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു, നീ ഇവിടേക്ക് വന്നത് ദരിദ്രനായിക്കൊണ്ടാണ്. ഈ സമ്പത്ത് മുഴുവനും നിനക്ക് നൽകിയത് മക്കയാണ്. അതുകൊണ്ട് തന്നെ ഈ സമ്പത്ത് നീ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകണം. അവിടുന്ന് സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഞാൻ ഈ സമ്പത്ത് ഇവിടെ ഉപേക്ഷിച്ചാൽ നിങ്ങൾ എനിക്ക് മക്കയെ മദീനയിലേക്കുള്ള യാത്ര എളുപ്പമാക്കി തരും, അതല്ലെങ്കിൽ നിങ്ങൾ എന്നെ വിട്ടയക്കുമോ? അവർ മറുപടി പറഞ്ഞു, നഅം, ഞങ്ങൾ വിട്ടയക്കും. ഫഇന്നി ഖദ് ജഅൽതു ലക്കും മാലി, ഇതാ എന്റെ സമ്പത്ത് ഒരു നിമിഷം പോലും ചിന്തിക്കാതെ സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു പറയാണ്, എന്റെ സമ്പത്ത് മുഴുവനും ഞാനിതാ നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഫബലഗ ദാലിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്റെ അടുക്കലേക്ക് ഈ സംഭവം അറിഞ്ഞു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയാണ്, റബിഹ ബൈഉ സുഹൈബ്, സുഹൈബിന്റെ കച്ചവടം എത്ര ലാഭമാണ്, വലിയ ലാഭത്തിലാണ് സുഹൈബ് കച്ചവടം നടത്തിയിട്ടുള്ളത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. പ്രിയമുള്ളവരെ, ഈ കച്ചവടം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നടത്താൻ സാധിക്കും. ഈ കച്ചവടം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നടത്തുവാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ഈ ഒരു ഇഹലോകത്തെ സുഖങ്ങളിൽ നമ്മൾ കച്ചവടം നടത്താൻ തയ്യാറായാൽ വലിയ ലാഭം നാളെ പരലോകത്ത് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത്തെ വഹയ്യായി അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുദ്ദസ്സിറാണ് അവതരിപ്പിക്കുന്നത്. അവിടെ നിന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുദ്ദസ്സിറിന്റെ 5-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നത്, വറുജ്സ ഫഹ്ജുർ, പ്രവാചകനെ അങ്ങ് തിന്മകളിൽ നിന്ന് ഹിജ്റ നടത്തുക എന്നുള്ളതാണ്. പ്രവാചകനോട് അല്ലാഹുവിന്റെ കൽപ്പന ഹിജ്റ നടത്തുവാൻ വേണ്ടിയുള്ള പാപത്തിൽ നിന്ന് വിട്ടു നിൽക്കുക. പ്രിയമുള്ളവരെ, അതും ഹിജ്റയാണ്, ലാഭകരമായ ഹിജ്റ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി വൽ മുഹാജിറു മൻ ഹജറ മാ നഹല്ലാഹു അൻഹു. ഒരു മുസ്ലിം എന്ന് വെച്ചാൽ ആ വ്യക്തി ഒരു മറ്റൊരു മുസ്ലിം അവന്റെ കൈകളിൽ നിന്ന്, സംസാരത്തിൽ നിന്ന്, അവന്റെ നാവിൽ നിന്ന് രക്ഷപ്പെട്ട വ്യക്തിയാണ്. അവിടുന്ന് റസൂൽ പറയാണ്, ഒരു മുഹാജിർ എന്നാൽ ഹിജ്റ പോയ വ്യക്തി എന്നാൽ മാ മൻ ഹജറ മാ നഹല്ലാഹു അൻഹു, അല്ലാഹു നഹി ചെയ്ത, അല്ലാഹു വിരോധിച്ച, ഹറാമാക്കിയ തിന്മകളിൽ നിന്ന് ആര് വിട്ടുനിന്നോ അവനാണ് ഹിജ്റ പോയത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. പ്രിയമുള്ളവരെ, ആ ഒരു ഹിജ്റ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ജീവിതത്തിലെ തിന്മകളെ ദുനിയാവിനു വേണ്ടി, വലിയ ജീവിതത്തിലെ തിന്മകളെ ദുനിയാവിനു വേണ്ടി നമ്മൾ ജീവിതത്തിൽ തിന്മകൾ ചെയ്യരുത്. നമ്മൾ അതിന്റെ പിന്നാലെ പോകരുത്. നമ്മുടെ ലാഭം കിടക്കുന്നത് പരലോകത്താണ് എന്ന് നാം മനസ്സിലാക്കുക. ഒരുപാട് സമ്പാദിച്ചു, ഹറാമായ ഒരുപാട് കച്ചവടങ്ങളും ബന്ധങ്ങളും സ്ഥാപിച്ചു, ഒരുപാട് സമ്പത്തുണ്ടാക്കി, അള്ളാഹുവിന്റെ മേഖലകളിലേക്ക് അള്ളാഹു അറിഞ്ഞ രീതിയിൽ ആ സമ്പത്തിനെ വിനിയോഗിച്ചില്ല. പ്രിയമുള്ളവരെ, നാളെ പരലോകത്ത് ചെല്ലുമ്പോ നമുക്കൊരു ലാഭവിഹിതവും ഉണ്ടാവുകയില്ല എന്ന് നാം മനസ്സിലാക്കുക. അതുകൊണ്ട് ജീവിതത്തിൽ തിന്മകളിൽ നിന്ന് ഹിജ്റ ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. രണ്ടാമത്തത്, മറ്റുള്ളവരുടെ നോട്ടങ്ങളിൽ നിന്ന് ഹിജ്റ നടത്തി അള്ളാഹുവിലേക്ക് മടങ്ങുക എന്നുള്ളതാണ്. ജീവിതത്തിൽ പൂർണ്ണമായ ഇഖ്ലാസ് ഉണ്ടാവുക, ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇഖ്ലാസ് ഉണ്ടാവുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പഠിപ്പിക്കുന്ന ഒരു ഹദീസ് നമുക്ക് കാണാം. അവിടെ നീയത്തിന്റെ ഇഖ്ലാസിന്റെ പ്രാധാന്യം പറയുമ്പോൾ അള്ളാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എടുത്തു പറയുന്ന ഉദാഹരണം ഹിജ്റയാണ്. ആരെങ്കിലും ഹിജ്റ ചെയ്താൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രവാചകൻ അവിടെ ആരംഭിക്കുന്നത്. ഫമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി. ആരെങ്കിലും ഹിജ്റ ചെയ്യുന്നത് അല്ലാഹുവിനും അവന്റെ റസൂലിനും വേണ്ടിയാണെങ്കിൽ അവൻ ആ ഹിജ്റ അല്ലാഹുവിനും അവന്റെ റസൂലിനും വേണ്ടിയാണ്. ഇനി അതല്ല, ഫമൻ കാനത് ഹിജ്റതുഹു ലിദുനിയാ യുസീബുഹാ അവ ഇംറാതു യൻകിഹുഹാ, ഏതെങ്കിലും ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ അതല്ലെങ്കിൽ ദുനിയാവിന്റെ ഏതെങ്കിലും ഒരു ആവശ്യത്തിനു വേണ്ടിയാണ് ഒരു വ്യക്തി ഹിജ്റ നടത്തുന്നതെങ്കിൽ ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈഹി, ആ വ്യക്തി എന്തിലേക്കാണോ ഹിജ്റ നടത്തിയത് അതാണ് അയാൾക്ക് ലഭിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ നോമ്പുകൾ, നമ്മുടെ നമസ്കാരങ്ങൾ, നമ്മുടെ ഇബാദത്തുകൾ മുഴുവനും അല്ലാഹുവിലേക്ക് മാത്രമായി ചുരുക്കാൻ, ആ റബ്ബിലേക്ക് ഹിജ്റ ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതേപോലെ പ്രിയമുള്ള സഹോദരങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം ഹജ്ജിന് ആഗ്രഹിക്കുന്ന ആളുകൾ അതിന് അപ്ലിക്കേഷൻ കൊടുക്കാനുള്ള സമയം ആരംഭിച്ചിട്ടുണ്ട്. ഹജ്ജ് വലിയ സൽക്കർമ്മമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ പുണ്യം ലഭിക്കുമെന്ന് പഠിപ്പിച്ച കാര്യമാണ്. ഹജ്ജ് മബ്റൂറായി, അത് മഖ്ബൂലായി പൂർത്തീകരിക്കുന്ന ഒരു വ്യക്തി തന്റെ ഉമ്മ പ്രസവിച്ച ദിവസത്തെ അന്നത്തെ പോലെ ആ ഒരു അവസ്ഥ പോലെയാണ്. മുഴുവൻ തിന്മകളിൽ നിന്നും ആ വ്യക്തി മോചിതനാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. ആ ഒരു പുണ്യത്തിലേക്ക് എത്താൻ അതിയായി ആഗ്രഹിക്കുന്ന ആളുകളാണ് നാം ഓരോരുത്തരും. ആ ഒരു അവസരം ലഭിച്ചു കഴിഞ്ഞാൽ, അതിനുള്ള സംവിധാനങ്ങളും സമ്പത്തും ഒക്കെ ലഭിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് ധൃതിപ്പെട്ടുകൊണ്ട് നീങ്ങാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അടുത്ത ഹജ്ജ് ആഗ്രഹിക്കുന്ന ആളുകൾ അതിന്റെ അപ്ലിക്കേഷൻ ആരംഭിച്ചിട്ടുണ്ട്. അടുത്ത മാസം 20-ാം തീയതി വരെയാണ് അതിനുള്ള സംവിധാനങ്ങൾ, അതിന്റെ അവസാന ഡേറ്റ് എന്നുള്ളത്. അതേപോലെ അങ്ങനെ ഹജ്ജ് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരു ഹെൽപ്പ് ഡെസ്ക് സംവിധാനം ആരംഭിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മളെ പള്ളിയുടെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ഒരു QR കോഡ് ഉണ്ടാകും. അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഗ്രൂപ്പിലേക്ക് പ്രവേശിക്കുകയും അവിടെ നിങ്ങൾക്ക് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ദൂരീകരിക്കാനുള്ള അവസരമുണ്ടാകും. നിങ്ങളെ സഹായിക്കാൻ അവർ സജ്ജമായിരിക്കും എന്ന് അറിയിച്ചിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് അക്കാര്യം കൂടി ശ്രദ്ധിക്കുക. കൂടാതെ ജീവിതത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും പഠിപ്പിച്ച ദീനിനെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവാചകൻ പഠിപ്പിച്ച ആദർശത്തെ സ്വീകരിച്ചുകൊണ്ട് ആരുടെയും സംസാരത്തിലോ അല്ലെങ്കിൽ പരിഹാസങ്ങളിലോ കുടുംബത്തിന്റെ അകൽച്ചയിൽ നിന്നും ഈ ദീനിനെ മാറ്റി നിർത്താതെ ഈ ദീനിനെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലും സഹാബത്തും പോയ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള തൗഫീഖ് നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ സ്വർഗം നമുക്ക് ആഗ്രഹിക്കാം. ആ സ്വർഗത്തിലേക്കുള്ള പ്രയത്നം, ആ വഴി അത് കുറച്ച് ദുഷ്കരമാണ്. നമ്മൾ ഒരുപാട് ത്യാഗം സഹിക്കേണ്ടതുണ്ട്. വെറുതെ ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയില്ല എന്ന് അല്ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തിയതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ജീവിതത്തിൽ തിന്മകളിൽ നിന്ന് മാറി നിൽക്കുക, പ്രവാചകനെ സ്നേഹിക്കുക, അല്ലാഹുവിന്റെ ദീനിനെ സ്നേഹിക്കുക, എല്ലാത്തിലുമുപരി മുവഹ്ഹിദുകളായി തൗഹീദുള്ള ആളുകളായി മാറുക. റബ്ബിനെ അല്ലാതെ മറ്റാരെയും വിളിച്ചു തേടാത്ത, റബ്ബിനോട് മാത്രം സഹായം തേടുന്ന, അവനോട് മാത്രം വേവലാതിയും പ്രയാസങ്ങളും പറയുന്ന, അവനോട് മാത്രം കൈകൾ ഉയരുന്ന ആളുകളായി നമ്മൾ മാറുക. കുടുംബത്തിലേക്ക് ഈ ഒരു ദൗത്യം, ഈ ഒരു പ്രബോധനം, ഈ ഒരു ദീൻ നമ്മൾ പ്രബോധനം ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാവിധ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടവരുടെ ഖബറിടങ്ങൾ അല്ലാഹു വിശാലമാക്കി നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്
والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم طيب ثراهم واجعل الجنة مأواهم. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المسلمين في كل مكان. اللهم انصر إخواننا المسلمين في كل مكان. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على نبينا محمد وعلى آله وصحبه وسلم. أقم الصلاة.